നമസ്കാരം. ഞാൻ ഡോക്ടർ വിഷ്ണു. ഞാൻ UG പങ്കജ കസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. PG ഗവൺമെൻറ് ആയുർവേദ കോളേജ് ട്രിവാൻഡ്രം. അതിനുശേഷം CREV കോഴ്സ് കോട്ടക്കൽ ആര്യ വൈദ്യശാലയിൽ നിന്ന് കഴിഞ്ഞു. കറൻ്റ്ലി വർക്കിംഗ് ആസ് ആൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഗുജറാത്ത്. ഓക്കെ, നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ട ചാപ്റ്റർ ചികിത്സാ പ്രാവൃത്തിയം അധ്യായം, അതായത് 16ാമത്തെ അധ്യായം, ചികിത്സാ പ്രാവൃത്തിയം അധ്യായം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ആദ്യത്തെ 12 അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞു സൂത്രസ്ഥാനത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ വേണ്ടത് എന്താ? ബാക്കിയുള്ള അധ്യായങ്ങൾ, സൂത്രസ്ഥാനത്തിലെ ബാക്കിയുള്ള അധ്യായങ്ങൾ, പിന്നെ ശാരീരസ്ഥാനം, നിദാനസ്ഥാനം, ഇന്ദ്രിയസ്ഥാനം, ഇതൊക്കെയാണ്. അപ്പോ ഇവിടെ അതായത് നിങ്ങൾ ഭേഷ ചതുഷ്കം പഠിച്ചു കഴിഞ്ഞു, സ്വസ്ഥ ചതുഷ്കം പഠിച്ചു കഴിഞ്ഞു, നിർദ്ദേശ ചതുഷ്കം പഠിച്ചു കഴിഞ്ഞു. 12 ചാപ്റ്റർ കഴിഞ്ഞു. 13ാമത്തെ ചാപ്റ്ററും 14ാമത്തെ ചാപ്റ്ററും ഡോക്ടർ അപർണ മാഡം എടുത്തു കഴിഞ്ഞു. വളരെയധികം മനോഹരമായി എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. കാരണം അത്രമാത്രം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അപ്പോൾ എൻ്റെ ചാപ്റ്റർ 15ഉം 16ഉമാണ് ഉപകൽപ്പനീയം അധ്യായവും പിന്നെ 16ാമത്തെ ചാപ്റ്ററായ ചികിത്സാ പ്രാവൃത്തിയം അധ്യായം. ഈ 2 അധ്യായങ്ങളാണ്. അപ്പോൾ ഇവിടെ 16ാമത്തെ അധ്യായമാണ് ചികിത്സാ പ്രാവൃത്തിയം അധ്യായം എന്ന് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക. അല്ല എങ്കിൽ അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ കോഡ് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കിയ കോഡാണ്, അത്രമാത്രം എഫക്റ്റീവ് അല്ല. എന്നിരുന്നാലും അതായത് 16 ചികിത്സ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താ? ദ്രവ്യാണി ഉപസ്ഥാത രോഗീപാത ചതുഷ്ടയം ചികിത്സിതസ്യ നിർദ്ദിഷ്ടം പ്രത്യേകം തത് ചതുർഗുണം. 4 ഗുണങ്ങളോട് കൂടിയ ചതുഷ്പാദങ്ങളെ പറ്റി. ഓക്കെ, അവിടെ 4 ഗുണങ്ങൾ ഭിക്ഷുക്കിനും രോഗിക്കും പാദചതുഷ്ടയമായിട്ടുള്ള ഉപസ്ഥാതാവിനും ദ്രവ്യത്തിന് 4 ഗുണങ്ങൾ, ടോട്ടൽ 16 ഗുണങ്ങൾ. അതായത് 16 ഗുണങ്ങളായപ്പോൾ ഷോഡശ കല ഗുണം വാദ കലാകലീയം, വാദത്തിന്റെ ഗുണങ്ങൾ കലം അകലീയം ദോഷങ്ങൾ. അപ്പൊ 16 ഗുണങ്ങളല്ലേ. 16ാമത്തെ അധ്യായം ചികിത്സാ ചതുഷ്പാദം, ചികിത്സാ പ്രാവൃത്തിയം. അപ്പൊ 16ാമത്തെ ചാപ്റ്റർ ആണ് ചികിത്സാ പ്രാവൃത്തിയം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാവുന്നതാണ്. അതിനോടൊപ്പം ഒരു അഡീഷണൽ നോളജ് കൂടെ കിട്ടി. ഷോഡശകലയാണ് ചികിത്സാ ചതുഷ്പാദം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ചാപ്റ്റർ ചികിത്സാ പ്രാവൃത്തിയമാണ്. അപ്പൊ ചികിത്സാ പ്രാവൃത്തിയം എന്ന് പറഞ്ഞാൽ ചികിത്സയിൽ പ്രബുദ്ധനായിട്ടുള്ള, സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു ഫിസിഷ്യനെ പറ്റിയാണ്. ആ ഫിസിഷ്യൻ, ചികിത്സയിൽ പ്രാവൃദ്ധനായിട്ടുള്ള ഒരു ഫിസിഷ്യൻ. എന്തിനാണ് ചികിത്സയിൽ പ്രാവൃദ്ധനായിട്ടുള്ള ഒരു ഫിസിഷ്യന്റെ ആവശ്യകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ആൻസർ എന്താ? കാരണം നമ്മൾ നോക്കുമ്പോൾ കൽപ്പനാ ചതുഷ്കത്തിൽ ഫസ്റ്റ് പറയുന്നത് സ്നേഹാധ്യായം, പിന്നെ സ്വേതാധ്യായം, പിന്നെ ഉപകൽപ്പനീയ അധ്യായം, പിന്നെ പറഞ്ഞിരിക്കുന്ന അധ്യായമാണ് ചികിത്സാ പ്രാവൃത്തിയ അധ്യായം. സ്നേഹം സ്വേതാധ്യായം 2 അധ്യായങ്ങളും പൂർവകർമ്മമാണ് എന്ന് നിങ്ങൾ പണ്ട് മുതലേ ഫസ്റ്റ് ഇയർ മുതൽ ഇപ്പോൾ വരെയും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സെമിനാറുകളിലും നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ സീനിയേഴ്സും പലപ്പോഴും പറഞ്ഞു കാണും പൂർവകർമ്മങ്ങളാണ് സ്നേഹങ്ങൾ സ്വേദങ്ങൾ എന്ന്. പ്രധാന കർമ്മമായ ശോധനത്തിന് മുമ്പ് ചെയ്യേണ്ട പൂർവകർമ്മങ്ങളായ സ്നേഹസ്വേദങ്ങൾ. അവിടെ സ്നേഹവും സ്നേഹവും 13ഉം 14ാമത്തെ ചാപ്റ്ററും ഡീൽ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്കുള്ള അടുത്ത അധ്യായം ഏതാ? 15ാമത്തെ ഉപകൽപ്പനീയം. ഉപകൽപ്പനീയം വരുമ്പോൾ അവിടെ വമനത്തിന്റെ അതിയോഗ അയോഗ സംയോഗ ലക്ഷണങ്ങളും പിന്നീട് സംസർജന ക്രമങ്ങളെ പറ്റിയും വമനത്തിന്റെ ഡോസുകളെ പറ്റിയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ എക്യുപ്മെന്റ്സുകളെ കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് ചർച്ച ചെയ്യും. പിന്നെ വരുന്ന ചാപ്റ്ററാണ് നെക്സ്റ്റ് ചികിത്സാ പ്രാവൃത്തിയം. അപ്പോൾ അവിടെ ചികിത്സാ പ്രാവൃത്തിയം അധ്യായം പറയുമ്പോൾ സ്കിൽഫുൾ ആയിട്ടുള്ള ഫിസിഷ്യന്റെ ആവശ്യകത എന്താ? അവിടെ ബഹുദോഷ അവസ്ഥ ഉണ്ടായി കഴിഞ്ഞു. കാരണം അങ്ങനെ തന്നെയാണ് ചക്രപാണിക മണ്ഡലിൽ പറഞ്ഞിരിക്കുന്നത്. ബഹുദോഷ അവസ്ഥ ഉണ്ടായി. കാരണം വമനവിരേചനാദി ശോധാദികൾ ചെയ്തതിന്റെ ഫലമായിട്ട് ബഹുദോഷ അവസ്ഥ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവയൊക്കെ നമുക്ക് ബോഡിയെ ക്ഷപിതാവസ്ഥയിലേക്ക്, ഭേഷജ ക്ഷപിത അവസ്ഥ എന്ന് പറയാം. ഭേഷജത്താൽ മെഡിസിനാൽ എക്സോക്സ്റ്റഡ് വീക്കായി മാറി താങ്കൾ അല്ലെങ്കിൽ ആ വ്യക്തി. അങ്ങനെയുള്ള രോഗിയെ ഒരു വളരെ ആതുരസ്യ അന്തരാത്മനം നസരോഗാൻ ചികിത്സിതം എന്നൊക്കെ പറയുന്നത് പോലെ ആതുരന്റെ അന്തരാത്മാവിലേക്ക് കയറി ചികിത്സിക്കണം എന്ന് പറയുന്ന പോലെ അത്രമാത്രം പ്രയത്നം കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ചികിത്സാ പ്രാവൃത്തിയം അധ്യായം. അതായത് ചികിത്സയിൽ പ്രബുദ്ധനായ സ്കിൽഫുൾ ആയിട്ടുള്ള അധ്യാപകനെ പറ്റി പറയുന്നു, അങ്ങനെയുള്ള ഡോക്ടറെ പറ്റി, ഫിസിഷ്യനെ പറ്റി പറയുന്ന അധ്യായം ചികിത്സാ പ്രാവൃത്തിയ അധ്യായം. ഇതുപോലുള്ള പേരുകൾ, ഇതുപോലുള്ള ടേമുകൾ, ചികിത്സാ പ്രഭൃതം പോലുള്ള പല 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 പേരുകൾ നിങ്ങൾ പല ഇടങ്ങളിലായി പഠിച്ചു കാണും. മാത്രാശുദ്ധി എന്ന് നോക്കി അനരക്ഷീയ അധ്യായം 7ാമത്തെ ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പ്രണാചാര്യം നിവേശയെ എന്ന് കാണാം.
പ്രാണാചാര്യൻ എന്നാണ് പറയുന്നത്. റോയൽ ഫിസിഷ്യൻ, രാജഗൃഹാസന്യ പ്രാണാചാര്യൻ വിദേശി എന്നാ പറയും. ഇതേ പ്രാണാചാര്യനെ തന്നെ നിങ്ങൾക്ക് ആയുർവേദ രസായനത്തിൽ നോക്കുമ്പോൾ രസായനത്തിന്റെ ലാസ്റ്റ് ചാപ്റ്ററിൽ രസായന ചതുഷ്പാദം, രസായനത്തിന്റെ 4ാമത്തെ പാദത്തിൽ പ്രാണാചാര്യൻ എന്ന് പറയുന്ന ടേം പറയും. പിന്നെ കാലവിത്തെന്ന് അഷ്ടാംഗ ഹൃദയത്തിൽ പറയും. ആയുർവേദ വിത്തെന്ന് ഇന്ദ്രിയ സ്ഥാനം പറയുമ്പോൾ അവിടെ പറയും. ജിതഹസ്തൻ എന്ന്, അമൃതഹസ്തൻ, ദഗ്ധഹസ്തൻ നിങ്ങളുടെ രസരന്ന സമുച്ചയം പഠിക്കുമ്പോൾ അവിടെ പഠിക്കും. ഇങ്ങനെ പിന്നെ പ്രാണാവിസാര വീക്ഷക, രോഗാവിസാര വീക്ഷകം എന്ന് പിന്നെ വേറൊരു ക്ലാസ് വീക്ഷണം ഇനി പഠിക്കാൻ പോകുന്നു. ഛദ്മചാരണ സിഗ്മസാധിതൻ, വൈദ്യഗുണയുക്തൻ, അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ പല 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 പേരുകളിൽ വൈദ്യൻ അറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ ചികിത്സയിൽ പ്രബുദ്ധനായിട്ടുള്ള, ചികിത്സയിൽ അത്രമാത്രം സ്കിൽഫുൾ ആയിട്ടുള്ള ഫൃ എന്ന് പറയുന്ന ധാതുവിൽ ഉണ്ടായതാണ് പ്രാകൃതം. ചികിത്സയിൽ പ്രബുദ്ധനായിട്ടുള്ള ഭൃത്യ എന്നൊക്കെ പറയുമ്പോൾ ഭൃത്യൻ, നൗക്കർ, വേലക്കാരൻ എന്ന്. അപ്പൊ അതുപോലെയാണ്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ചികിത്സാ പ്രാവൃത്തിയം എന്ന് പറയുന്ന അധ്യായത്തിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഐ ആം ഗോയിങ് ടു ഷെയർ ദ സ്ക്രീൻ. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ചികിത്സാ പ്രാവൃത്തിയം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ചികിത്സാ പ്രഭൃത രൂപ സദാ യജ്ഞേന ആതുര ഉപഠോകനീയത്വേന യസ്യ വിദ്യതേ സ ചികിത്സാ പ്രാഭൃതീയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അതായത് യജ്ഞമായിട്ട് വളരെയധികം എഫേർട്ട് എടുത്തുകൊണ്ട് ആതുരനെ ഉപഠോകനീയത്വം, ആതുരന്റെ ബെനിഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുക, അങ്ങനെയുള്ള ഏതൊരു അങ്ങനെയുള്ള പ്രവൃത്തനായിട്ടുള്ള വ്യക്തി, അങ്ങനെയുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള ചികിത്സകനെ പറ്റി പ്രതിപാദിക്കുന്ന ചാപ്റ്ററാണ് ചികിത്സാ പ്രാവൃത്തിയം അധ്യായം. ചികിത്സാ പ്രാകൃത രൂപ. പ്രഭൃത രൂപ എന്ന് പറയുമ്പോൾ പ്രഭൃതത്തിന് അനേക രൂപം എന്നും അർത്ഥമുണ്ട്. ഒരുപാട് രീതിയിലുള്ള ചികിത്സയുണ്ട്. അങ്ങനെയുള്ള ചികിത്സകൾ ചെയ്തുകൊണ്ട് യജ്ഞമായിട്ട് വളരെയധികം എഫേർട്ട് എടുത്തുകൊണ്ട് ആതുരന്റെ ബെനിഫിറ്റിന് വേണ്ടി, വെൽവിഷിന് വേണ്ടി പ്രവർത്തിക്കുന്ന വൈദ്യൻ, അദ്ദേഹമാണ് ചികിത്സാ പ്രാവൃത്തനായിട്ടുള്ള വൈദ്യൻ. അദ്ദേഹത്തെ പറ്റി പ്രതിപാദിക്കുന്ന ചാപ്റ്ററാണ് ചികിത്സാ പ്രാവൃത്തിയം അധ്യായം. ഇവിടെ അരുണാദത്തനല്ല, സോറി, അത് എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ്. അവിടെ വരേണ്ടത് ചക്രപാണി ദത്തനാണ്. കാരണം ആയുർവേദ ദീപിക കമൻട്രിയുടെ ശ്ലോകമാണിത്, കമൻറ്റേറ്റേഴ്സ് പറഞ്ഞിരിക്കുന്ന വാക്യമാണിത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷമുള്ള ഇൻട്രൊഡക്ഷൻ പാർട്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചികിത്സാ പ്രാവൃത്തത്തിന്റെ മെയിൻ കണ്ടന്റ്, കോർ കണ്ടന്റ്, എപ്പോഴും ആലോചിച്ച് വെച്ചിരിക്കേണ്ട മെയിൻ കണ്ടന്റ്. ഏതൊരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാലും അതിൽ പെട്ടെന്ന് ഒരു നിമിഷം നിങ്ങൾ ചോദിക്കുകയാണ്, പറ ഇതിലെ കണ്ടന്റ് പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് എന്ന് പറയണം. അതാണ് നിങ്ങൾ എപ്പോഴും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട നിങ്ങളുടെ ബേസ്. അവിടെ വെച്ചാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അതിന്റെ മുകളിലായിരിക്കണം നിങ്ങളുടെ കെട്ടിപ്പൊക്കേണ്ടത്, നിങ്ങളുടെ ബിൽഡിംഗ് കെട്ടിപ്പൊക്കേണ്ടത്. അപ്ഡേഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. മെയിൻ കണ്ടന്റ് അറിഞ്ഞിരിക്കണം. ചിലപ്പോ നോക്കൂ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഉപകൽപ്പനയും ചോദിച്ചു കഴിഞ്ഞാൽ വമനമാണ്. സംസാസനക്രമം അവസാനം പറയുന്നുണ്ട്. വാദകലാകലി എന്ന് വെച്ചാൽ വാദത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, പിത്തത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, കഫത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, വാദത്തിന്റെ ഹേതുവിനെ കുറിച്ച് പറയുന്നുണ്ട്, വാദത്തിന്റെ പ്രകൃത അകുപിത ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ആ കണ്ടന്റുകളെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെയാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ് എന്താ? ഈ ചാപ്റ്ററിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരേചനത്തിന്റെ സമ്യക് ലക്ഷണം, വിരേചനത്തിന്റെ അതിലക്ഷണം, വിരേചനത്തിന്റെ അതിയോഗം, അയോഗം, സമ്യക് യോഗം, പിന്നെ സമ്യക് ശോധന ലക്ഷണം. ശോധനം കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, ശോധനം ആർക്കൊക്കെ ചെയ്യണം, അതിനെ ബഹുദോഷ ലക്ഷണം എന്ന് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കും. റൈറ്റ് അബൌട്ട് ബഹുദോഷ ലക്ഷണം, ബഹുദോഷ ലക്ഷണം അല്ലെങ്കിൽ സമ്യക് ശോധന ലക്ഷണം അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ ഓഫ് ശോധന ആർക്കൊക്കെ ചെയ്യാം എന്ന് ചോദിക്കാം. പിന്നെ ഉള്ളത് നിങ്ങൾ പദാർത്ഥ വിജ്ഞാനത്തിൽ പഠിച്ച സ്വഭാവ ഉപരമവാദം അത് ചോദിക്കാം. 5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മാക്സിമം പ്രതീക്ഷിക്കാവുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQ വളരെയധികം റെയർ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. MCQ വളരെ റെയർ ആയിരിക്കും. 5 മാർക്കിനോ 10 മാർക്കിനോ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഉണ്ടാകേണ്ട ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടത് ബഹുദോഷ ലക്ഷണം, അല്ല എങ്കിൽ ശോധന, ഇൻഡിക്കേഷൻ ഓഫ് ശോധന, സമ്യക് ശോധിത ലക്ഷണം, സ്വഭാവ ഉപരമവാദം ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർമ്മ ചോദിക്കണം. ജസ്റ്റ് ലൈക്ക് ഓഗസാത്മ്യ ഈസ് സെഡ് ഇൻ തസ്യാശിതി അധ്യായ എന്ന് പറയുന്നത് പോലെ സ്വഭാവ ഉപരമവാദ ഈസ് എക്സ്പ്ലെയിൻഡ് അണ്ടർ ദിസ് ചാപ്റ്റർ. വിച്ച് ചാപ്റ്റർ? 16th ചാപ്റ്റർ. എന്റെ പേരെന്താ? ചികിത്സാ പ്രാവൃത്തി അധ്യായം. ഓക്കെ,
അപ്പോൾ നമ്മൾ പറഞ്ഞു വിരേചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി നിങ്ങൾ എപ്പോഴും കേൾക്കുമ്പോൾ വിചാരിക്കും വിരേചനം എന്ന് പറഞ്ഞാൽ വിരേചനം മാത്രമല്ല. വിരേചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, വമനവും വിരേചനത്തിനും കൂടെ കോമൺ ആയിട്ട് പറയുന്ന ടേമും കൂടെയാണ് വിരേചനം. അതും ആലോചിച്ച് വെക്കണം. അത് ഇവിടെ നിങ്ങൾ പഠിക്കില്ല. നിങ്ങൾ കൽപ്പസ്ഥാനം ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. ഉഭയം വാസ ശരീരമല വിരേചനത്വാത് വിരേചന സംജ്ഞാം ലഭതയും. ശരീരമല അത് നിങ്ങൾ അവിടെ പഠിക്കും. വിരേചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരേചനം എന്തുകൊണ്ട് ഡയറിയ, വിരേചന പർഗേഷൻ മാത്രമല്ല, അവിടെ വമനവും വിരേചനവും വിരേചന സംജ്ഞ തന്നെയാണ് എന്നൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റേ അല്ല. ഓക്കെ, സ്വഭാവപരവാദമൊക്കെ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയും, അപ്പോൾ കേൾക്കുക. പിന്നെയുള്ളത് ഞാൻ പറഞ്ഞു സമ്യക് വിരേചന ലക്ഷണം. സമ്യക് വിരേചന ലക്ഷണം നോക്കുക. സമ്യക് വിരേചനം, സമ്യ വമന ലക്ഷണം നമ്മൾ പറഞ്ഞു, ഉപകൽപ്പനീയത്തിൽ പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് സമ്യ വിരേചന ലക്ഷണം വേണം. സമ്യ വിരേചന ലക്ഷണം പറഞ്ഞാൽ എന്തൊക്കെയാണ്? ദൗർബല്യം, ലാഘവം, ഗ്ലാനിർ, വ്യാധീനാമണുതാം രുചി, ഹൃദ്വർണ്ണ ശുദ്ധി, തൃഷ്ണാകാലേ വേഗപ്രവർത്തനം, ബുദ്ധീന്ദ്രിയമനഃശുദ്ധി, മാരുതസ്യ അനുലോമനം, സമ്യ ബിരുത്തസ്യ ലിംഗാനി കായാഗ്നിശ്ചഗ്നവർ അനുവർത്തനം. നോക്കൂ, ഇവിടെ ഓരോരോ ടേമുകൾ എടുത്തു പറയേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫസ്റ്റ് ഇയർ മുതലേ നിങ്ങൾ കേട്ടിട്ട് വരുന്ന ടേംസുകളാണ്. അതിൽ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും ദൗർബല്യത എന്ന് പറഞ്ഞാൽ ദുർബലത, വീക്ക്നെസ്. ലാഘവം, ലൈറ്റ്നസ്, ഗ്ലാനി, ഫെറ്റിഗായി മാറുക. വ്യാധീനമണുത, ഡിസീസ് കുറയുക, രുചി ഉണ്ടാകുക. ഹൃദ്വർണ്ണശുദ്ധി, ഹാർട്ടിന്റെ ഫംഗ്ഷനൊക്കെ അങ്ങ് പ്രോപ്പർ ആകുക. വർണ്ണം, നല്ല വർണ്ണം കിട്ടുക, അല്ലെങ്കിൽ കോംപ്ലക്ഷൻ നല്ല കോംപ്ലക്ഷൻ ഉണ്ടാകുക. ശുദ്ധ ഉണ്ടാകുക, തൃഷ്ണ ഉണ്ടാകുക. കാലേവേഗ പ്രവർത്തനം, പ്രോപ്പർ ടൈമിൽ വേഗങ്ങൾ പ്രവർത്തിക്കുക. പിന്നെ ഉണ്ടാകുന്ന ശുദ്ധി എവിടെയൊക്കെയാണ്? ബുദ്ധിക്കും ഇന്ദ്രിയത്തിനും മനസ്സിനും ശുദ്ധി ഉണ്ടാകുക. ബുദ്ധി ഇന്ദ്രിയ മനഃശുദ്ധി. മാരുത എപ്പോഴും അനുലോമഗതിയിൽ തന്നെ ആയിരിക്കണം. അത് എപ്പോഴും ഓർമ്മിച്ചിരിക്കണം. കാരണം മാരുത അനുലോമത. സമ്യ വിരുത്ത ലിംഗാനി, ഇതൊക്കെയാണ് സമ്യ വിരുത്ത, സമ്യക്കായിട്ട് വിരേചനം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ലിംഗം ലക്ഷണങ്ങൾ. കായാഗ്നേച്ച അനുവർത്തനം, ലിംഗം മുതൽ ലക്ഷണം, മീൻസ് ലക്ഷണം. കായാഗ്നേച്ച അനുവർത്തനം, കായാഗ്നി പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു, നിങ്ങളുടെ അഗ്നി പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു. അപ്പൊ നോക്കൂ, ഇത് തന്നെയാണ് ഏകദേശം സിമിലർ ആയിട്ട്. നോക്കൂ, ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ബുദ്ധി ഇന്ദ്രിയ മനഃശുദ്ധി, സോതോ വിശുദ്ധി. സിദ്ധിസ്ഥാനത്തിൽ നോക്കുമ്പോൾ സിദ്ധിസ്ഥാനം ഫസ്റ്റ് ചാപ്റ്റർ കൽപ്പനാ സിദ്ധിയിൽ പറയും, സോതോ വിശുദ്ധി ഇന്ദ്രിയ സംപ്രസാദോ ലുപ്തമൂർജം അഗ്നിർ അനാമയത്വം പ്രാപ്തിച്ച വിട്ടിത്ത കഫാനിലാനാം സമ്യക് വിരുത്തം ക്രമേണ. ഇവിടെ നിങ്ങളൊരു കമ്പാരിസൺ സ്റ്റഡി നടത്തണം. അങ്ങനെ, അതായത് നിങ്ങൾക്ക് ഇത്ര മാത്രം അറിഞ്ഞിരുന്നാൽ മതിയെങ്കിലും ഓക്കെ. അതിൽ നിന്ന് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ പി ജിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, അതും ഇതും തമ്മിലുള്ള കമ്പാരിസൺ ചെയ്യണം. നോക്കുമ്പോൾ ഇവിടെ ഒരു പുനരുക്തി ദോഷമാണ് നമുക്ക് തോന്നും. കാരണം ഇവിടെയും സമ്യവിരുദ്ധ ലക്ഷണം പറയുന്നു, നോക്കുമ്പോൾ അവിടെ സിദ്ധിസ്ഥാനത്തിലും പറയുന്നു. അതവിടെ അതിന്റെ കൽപ്പസ്ഥാനം സിദ്ധിസ്ഥാനം മെജോറിറ്റി അത് കൈകാര്യം ചെയ്യുന്ന മേഖല തന്നെ പഞ്ചകർമ്മയാണ്. അതുകൊണ്ടാണ് അവിടെ ഏകദേശം എന്ത് പറഞ്ഞിരിക്കുന്നത്, കൂടുതലായിട്ട് അതിനൊരു സ്ട്രെസ് കൊടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. പക്ഷെ അതല്ല, അത് എഴുതിയത് ദൃഢബലൻ ആയതുകൊണ്ട് തന്നെ, അത് കംപ്ലീറ്റ് ചെയ്തത് 41 ചാപ്റ്റർ ദൃഢബലൻ കംപ്ലീറ്റ് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദൃഢബലൻ എഴുതിയത് കൊണ്ട് അദ്ദേഹം നോക്കാതെ എഴുതിയതാണ് എന്നൊക്കെ പറയുന്ന അഭിപ്രായം പറയുന്നവരുമുണ്ട്. എന്നിരുന്നാലും അപ്പോൾ അതിനുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി ഏകദേശം നന്നായിരിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും, അറിവുണ്ടാകും. പിന്നെ നമുക്ക് നോക്കാം വിരേചനത്തിന്റെ അയോഗ ലക്ഷണത്തിലേക്ക്. വിരേചനത്തിന്റെ അയോഗ ലക്ഷണം ഇനാഡിക്കേറ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകുക, എന്തൊക്കെ ഉണ്ടാവുക? ഷ്ടീവനം, ഹൃദയാശുദ്ധി, ഉത്ക്ലേശ ശ്ലേഷ വിത്തയോ, ആത്മാനാരുചി, ഛർദി, അതുർവല്യമലാഘവം, ജംഗൂരുസദനം തൃഷ്ണ, തന്ത്രാസ്തമിത്യം പീനസാഗമം, ജംഗൂരുസദനം തന്ത്രാസ്തൈമിത്യം പീനസാഗമം, ലക്ഷണാന്യ വിരുക്താനാം മാരുതസ്യ നിഗ്രഹം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടത്തെ സിമിലർ ആണ്. സിദ്ധിസ്ഥാനത്തിലോട്ട് പറയുന്ന കുറെ കാര്യങ്ങളുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. സിദ്ധിസ്ഥാനത്തിലും ഇതുപോലെ ദുർവിരുത്ത ലക്ഷണം പറയും അയോഗ ലക്ഷണത്തിൽ. അവിടെ പീനസത്തിന് പകരം പറയുമ്പോൾ പ്രതിഷ്ഠായ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആ ശ്ലോകം നോക്കിയാൽ മനസ്സിലാവും. അവിടെ പറയുമ്പോൾ ശ്ലോകം എങ്ങനെയാണ്? സ്യാദ് ശ്ലേഷ പിത്താനില സമ്പർക്കവോ സാധസ്തന്ത്ര അഗ്നീർ ഗുരുത പ്രതിഷ്ഠായം. അവിടെ പ്രതിഷ്ഠായം പറയും, ഇവിടെ പീനസകം പറയും. പ്രതിഷ്ഠായം, പീനസം, റണ്ണിങ് നോസ്. പിന്നെ പറയുമ്പോൾ എന്താ പറയുന്നത്? തന്ത്ര തഥാ ഛർദി അരുചിർ അരോചകശ്ച വാദാനുലോമഞ്ച ദുർവിരുത്തി, വാദാനുലോമഞ്ച ദുർവിരുത്തി, വാദാനുലോമത വാദാനുലോമം നച്ച ദുർവിരുത്തി. സോ മാരുതസ്യ നിഗ്രഹം, മാരുതസ്യ നിഗ്രഹം,
വാദാനുലോമ്യം ന, വാദാനുലോമ്യം ന. സമ്യക്കില് മാരുതസ്യ അനുലോമനം, അയോഗത്തിൽ മാരുതസിച്ച നിഗ്രഹം. സിദ്ധിസ്ഥാനം പറയുമ്പോഴും അങ്ങനെ തന്നെ പറയും. സിദ്ധിസ്ഥാനം പറയുമ്പോൾ പ്രതിശായം പറയും, പ്രാവൃത്തിയം പറയുമ്പോൾ പീനസകവും പറയും. ഇനി നമ്മൾ നോക്കി ഓരോ ടേമായിട്ട് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. സ്റ്റീപനം നിങ്ങൾക്ക് അറിയാം, എക്സസീവ് സലേവേഷൻ ആണ്. ഹൃദയത്തിന് അശുദ്ധി ഉണ്ടാകുക, ഫംഗ്ഷൻ ഓഫ് അബ്നോർമൽ ഫംഗ്ഷനിങ് ഓഫ് ഹാർട്ട്, ഉത്ക്ലേശ ശ്ലേഷ്മ പ്രത്യേകം. ഉത്ക്ലേശം, ശ്ലേഷ്മത്തിനും പ്രത്യക്ഷത്തിനും പിത്തത്തിനും ഉത്ക്ലേശം ഉണ്ടാകുക, ഉത്ക്ലേശാവസ്ഥ. ആ ഉത്ക്ലേശാവസ്ഥ എന്താണെന്ന് നിങ്ങൾ നിദാന സ്ഥാനത്തിലൊക്കെ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് പഠിക്കും. ഉത്ക്ലേശാവസ്ഥ നിങ്ങൾ പഠിച്ചിട്ടുമുണ്ട് പല ഭാഗങ്ങളിലായിട്ട്. അതായത് ഫസ്റ്റ് ഇയറിൽ തന്നെ അവിടെ പറയുമ്പോൾ അന്നരക്ഷാധ്യായം പറയുമ്പോൾ 7ാമത്തെ ചാപ്റ്ററിൽ വിരുദ്ധത്തിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കിഞ്ചിത് ദോഷം ഉത്ക്ലേശ്യം ന ഹരേ സമാസതക. ഇൻ ജനറൽ വാട്ട് ഈസ് വിരുദ്ധ? കിഞ്ചിത് ദോഷം ഉത്ക്ലേശം. ദോഷം ഉത്ക്ലേശം, ദോഷത്തിനെ ഉത്ക്ലേശിപ്പിക്കുന്നു. അവിടെ ഉത്ക്ലേശത്തിന് കമന്ററി പറഞ്ഞിരിക്കുന്ന മറുപടി സ്വസ്ഥാന സഞ്ചലനം എന്നാണ്. സ്വന്തം സ്ഥാനത്ത് നിന്ന് സംചലനം, സമ്യക് ചലനം, സമ്യക്കായിട്ടുള്ള ചലനം, തന്റെ സ്ഥാനത്ത് നിന്ന് ചലിക്കപ്പെടുക, അങ്ങനെയുള്ള ശ്ലേഷ്മപിത്തം. ആത്മാനം ഉണ്ടാകുക, അബ്ഡമൽ ഡിസ്റ്റൻഷൻ ഉണ്ടാകുക, അരുചി ഉണ്ടാകുക, അനോറിക്സി ഉണ്ടാകുക, ഛർദി ഉണ്ടാകുക, ദൗർബല്യത ഉണ്ടാകുക, അലാഘവത ഉണ്ടാകുക, അദൗർബല്യം, ലൈറ്റ്നസ് ഇല്ല, അലാഘവത ഹെവിനെസ് ഉണ്ടാകുക, ജങ്കോരു സദനം, ജംഗത്തിനും ഉരുവിനും കാഫ് മസിൽസിനും ഉരു റീജിയനിലും സധനം ഉണ്ടാകുക. സധനം എന്ന് പറയുമ്പോൾ ലാക്സിറ്റി, ലൈറ്റ്നസ്, ലാക്സിറ്റി ഉണ്ടാകുക. ജങ്കോരു അഗ്നിസദനം എന്നൊക്കെ കേട്ടില്ലേ? അതുപോലെ സധനം എവിടെ ഉണ്ടാകുന്നു? ജംഗ പ്രദേശത്തിലും ഉരു പ്രദേശം. തന്ത്രാസ്ഥൈമിത്യം, തന്ത്ര എന്താണെന്ന് അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ സുശ്രുതം ശാരീരം പഠിക്കുമ്പോൾ പഠിക്കും. സ്ഥൈമിത്യം, തന്ത്ര ഡ്രൗസിനെസ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഏകദേശം ഒരു നിദ്ര പോലെയുള്ള ഒരു അവസ്ഥയാണ്. നിദ്രാർത്ഥസ്യേവ. സ്ഥൈമിത്യം പറയുമ്പോൾ പഠിക്കും. സ്ഥൈമിത്യത, ഒരു വെറ്റ് ക്ലോത്ത് വെച്ച് നിങ്ങളുടെ ബോഡി ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്, അതുപോലെ ആ ഒരു അവസ്ഥയാണ് സ്ഥൈമിത്യം എന്ന് പറയുന്ന അവസ്ഥ. പീനസാകമ്പം, പീനസം ഉണ്ടാകുക, റണ്ണിങ് നോസ്, റൈനൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അവസ്ഥ, അതിനെ പ്രതിശായം എന്ന് അവിടെ പറയും. ഇതൊക്കെയാണ്. പിന്നെ മാരുതസ്യ നിഗ്രഹം, മാരുതസ്യ നിഗ്രഹം, മാരുതത്തിന്റെ നിഗ്രഹം. ഇതൊക്കെയാണ് എന്തിന്റെ ലക്ഷണമായിട്ട് പറഞ്ഞിരിക്കുന്നത്? ആ വിരിക്ത ലക്ഷണമായിട്ട്, അയോഗ ലക്ഷണ വിരേചനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പറയുമ്പോൾ എക്സസീവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, വിരേചനം എക്സസീവായിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? അവിടെയാണ് വിഡ്പിത്ത കപവാദാനാം ആഗതാനാം യഥാക്രമം പരം ദ്രവതി യഗ്ദഗ്ധം മേധകോപമം നിശ്ലേഷ്മ പിത്തമുദകം ശോണിതം കൃഷ്ണമേവ ദൃശ്യതോ മാരുതാർത്ഥസ്യ സ്വാദിയോഗ പ്രമുഖ്യത. അവിടെ ഓർഡർ പറയുന്നുണ്ട്. വിട്ട് പിത്തം കപം വാദം, ആ ഓർഡറിൽ അങ്ങ് പോകും എന്ന് പറഞ്ഞു. വിട്ട് പിത്ത കപവാദം ഈ ഓർഡറിൽ അങ്ങ് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ സിദ്ധിസ്ഥാനം പറയുമ്പോൾ ശ്ലോകത്തിൽ ഇങ്ങനെയാണ് കഫാസ്രപിത്തക്ഷേജ, കഫാസ്രപിത്തക്ഷയം, രക്തനും ക്ഷയം ഉണ്ടാവും പറഞ്ഞു. കഫത്തിനും പിത്തത്തിനും രക്തത്തിനൊക്കെ ക്ഷയം ഉണ്ടാവും. കഫപിത്രാസ്രക്ഷേജം അനിലോത്തം സുപ്തിയംഗമർദ്ദ ക്ലമവേപനാദ്യാഹ നിദ്രാവലാലാഹ തമകപ്രവേശം ഉന്മാദ ഹിക്കാശ മതി വിരേചനയാതി. ഉന്മാദവും ഹിക്കയും ഒക്കെ പറയുന്നുണ്ട്. ഉന്മാദവും ഹിക്കയൊക്കെ പറയുന്നുണ്ട്. അവിടെ പറയുമ്പോൾ തമഹപ്രവേശം പറയുന്നുണ്ട്. സിദ്ധിസ്ഥാനത്തിൽ തമഹപ്രവേശം, അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. തമഹപ്രവേശം കാരണം ഇതേ തമഹപ്രവേശം പോയ നേത്രപ്രവേശനം അഷ്ടാംഗ ഹൃദയകാരൻ വമന വിരേചന വിധി അധ്യായം പറയുമ്പോൾ അഷ്ടാംഗ ഹൃദയകാരൻ നേത്രപ്രവേശനം പറയും. നേത്രപ്രവേശനവും തമപ്രവേശനവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ പ്രവേശനം വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. തമഹപ്രവേശം പറഞ്ഞിരിക്കുന്നു സിദ്ധിസ്ഥാനത്തിൽ എക്സസീവ് വിരേചനം ചെയ്തു കഴിഞ്ഞാൽ. ഇവിടെ ഓർഡർ എങ്ങനെയാ? വിട്ട് പിത്ത് കഫപാദം ഇങ്ങനെ ഒരു ഓർഡറിൽ പോവും. രക്തത്തിനോടൊപ്പം അതിസാരം ഉണ്ടാകും. അതിസാരം ഏത് കളറിലായിരിക്കും? മേധമാംസോദകവുമായിരിക്കും. ഉദകം ജസ്റ്റ് വാട്ടറായിട്ട് പോവും. വിത്തൗട്ട് ശ്ലേഷ്മ പിത്തം, നിഹിശ്ലേഷ്മ പിത്തം. ശോണിതം കൃഷ്ണ വെച്ചാൽ അല്ലെങ്കിൽ രക്തം മാത്രം പോവും, കളർ പോവും, കൃഷ്ണ കളർ. അപ്പൊ നോക്കും അവിടെ ഒരു ശ്വേത കളറും കൂടെ അഷ്ടാഹൃദയർ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ശ്വേത കളർ, ശോണിതം കൃഷ്ണം, ശ്വേതം അഷ്ടാഹൃദയൻ അഡീഷണൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ എങ്ങനെയാ പറയുന്നത്? അഷ്ടാംഗ തൃശ്യതോ മാരുതാർത്ഥസ്യ, ദെൻ തൃഷ്ണ ഉണ്ടാവും. മാരുതാർത്ഥം എന്ന് പറയുമ്പോൾ മാരുതൻ കൊണ്ട് എക്സസീവ് വിശേഷണോ വാദം എക്സസീവായിട്ട് വിശേഷിക്കും. മിക്കവാറും ഉള്ള ശോധന തെറാപ്പി ഒക്കെ എക്സസീവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താ അവിടെ ഉണ്ടാവുക? വാദത്തിന്റെ കോപം തന്നെയാണ്. അത് നോക്കും ഇവിടെ വിരേചനത്തിന്റെ അധിയോഗത്തിൽ മാരുത അർത്ഥം പറഞ്ഞു. ഇതേപോലെ ഘോരവായു ആമയം
വമനത്തിന്റെ അതിയോഗം പറയുമ്പോൾ അഷ്ടാംഗഹൃദയകാരനും ഘോരവായുവാമയ വാദത്തിന്റെ എക്സസീവ് വാദരോഗം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സോ മാരുതാർത്ഥൻ സോ അതിയോഗ പ്രമുഖ്യതയെ അതിയോഗം ചെയ്തു കഴിഞ്ഞാൽ പ്രമുഖ്യതയെ ഫെയിന്റനിങ് ബോധം കെട്ട് വീഴുക ഇതൊക്കെ ഉണ്ടാവും. അഷ്ടാംഗഹൃദയം പറയുമ്പോൾ ഇതേപോലെയൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കഫവാദേഷു നിസൃതേഷു ക്രമാശ്രവേത് നിശ്ലേഷ്മ പിത്തമുദകം. അവിടെ ഇതുപോലെ തന്നെയാണ് ശ്വേത കൃഷ്ണം ലോഹിതം. അവിടെ ശ്വേതവും കൃഷ്ണവും ലോഹിതവും പറയുന്നുണ്ട്. കളർ പോകുന്നത് ശ്വേതമായിട്ടും കൃഷ്ണമായിട്ടും ലോഹിതമായിട്ടും. നിശ്ലേഷ്മ പിത്തമുദകം രണ്ടുപേരും ഒരുപോലെ തന്നെ പറയാം. അഷ്ടാംഗഹൃദയകാരനും ചരകാചാര്യനും ഒരുപോലെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ എക്സ്ട്രാ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മാംസധാവന തുല്യം മേധഗണ്ഡാഭം വെച്ച മാംസധാവന തുല്യം മേധഗണ്ഡാഭം. മാംസധാവനം അതായത് മാംസം കഴുകിയ വെള്ളം പോലെ വയറിൽ നിന്ന് പോകും വിരേചന അതിയോഗത്തിൽ. മാംസം കഴുകിയ വെള്ളം പോലെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഈ മാംസധാവന തുല്യം പോലെ വെള്ളം പോകുന്നത് വേറെ എവിടെയെങ്കിലും നിങ്ങൾ പഠിച്ച് കാണത്തില്ല. നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. നിദാനസ്ഥാനം പഠിക്കുമ്പോൾ മാധവനിദാനത്തിൽ അസാധ്യ ലക്ഷണ ഓഫ് അതിസാരത്തിൽ പറയും മാംസധാവന തുല്യം മസ്തുലങ്കാപം സർപ്പിർമജ്ജാ തുല്യം പക്വജംബു സംഘാഷം ഇങ്ങനെയൊക്കെ അതിസാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ അസാധ്യ ലക്ഷണമാണ്. ഇപ്പൊ മാംസധാവന തുല്യം വിരേചനത്തിന്റെ അതിയോഗത്തിൽ അഷ്ടാംഗ ഹൃദയകാരം പറഞ്ഞതുപോലെ അത് മാധവാചാര്യം പറയുമ്പോൾ അത് അസാധ്യ ലക്ഷണമായിട്ട് പറയും. പക്ഷെ ചരകാചാര്യൻ ആ മാംസധാവന തുല്യത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. മാംസോദകവും പറയുന്നു. ഇതുപോലെ ഒരു കണ്ഠം മേധകണ്ഠാഭം പറഞ്ഞിരിക്കുന്നത് ആരാണ്? അഷ്ടാംഗഹൃദയകാരൻ. മേധകണ്ഠാഭം പോലെ അതിസാരം ഉണ്ടായിക്കഴിഞ്ഞാൽ മേധത്തിന്റെ ഗണ്ഡം പോലെ ഒരു ക്ലോട്ട് പോലെ മേധത്തിന്റെ ഗണ്ഡം മേധസിന്റെ ഫാറ്റിന്റെ ക്ലോട്ട് പോലെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിസാരം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിയോഗത്തിലാണ് പറഞ്ഞിരിക്കും. പക്ഷെ യകൃത്പിണ്ഡം പോലെ അതുപോലെ ഉണ്ട്. യകൃത്പിണ്ഡം പോലെ പോകുന്നത് അസാധ്യ ലക്ഷണം. മാധവദാനത്തില് അതിസാരത്തിന്റെ അസാധ്യ ലക്ഷണമാണ് യകൃത്പിണ്ഡം പോലെ പോകുന്നത്. പിന്നെ പറയുന്നത് ബുധനിസ്സരണം പറയുന്നുണ്ട്. ബുധനിസ്സരണം സമ തൃഷ്ണാശ്രമ നേത്രപ്രവേശനം ഇത്രേ പറഞ്ഞിരിക്കുന്നത്. ബുധനിസ്സരണം ശ്രമ തൃഷ്ണ നേത്രപ്രവേശനം. അവിടെയാണ് നേത്രപ്രവേശനം ഞാൻ പറയുന്നത്. നേത്രപ്രവേശനം അതിയോഗ ഓഫ് വിരേചന. തമഹപ്രവേശം അതിയോഗ ഓഫ് വിരേചന ബൈ സിദ്ധിസ്ഥാനം. അതിയോഗ വിരേചന ബൈ അഷ്ടാംഗഹൃദയ നേത്രപ്രവേശനം. നിശ്ലേഷ്മ പിത്തമുദകം അഷ്ടാംഗഹൃദയകാരനും പറയുന്നുണ്ട്, ചരകാചാര്യനും പറയുന്നുണ്ട്. കളർ പറയുമ്പോൾ ശോണിതം കൃഷ്ണവും പറയുന്നുണ്ട്, അഷ്ടാംഗഹൃദയകാരൻ ശ്വേതവും അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട്. ശ്വേതം. പീനസകാമം പറയുമ്പോഴത്തേക്ക് നേരത്തെ പീനസം വരുന്നത് ആരാ പറഞ്ഞിരിക്കുന്നത്? പീനസം വന്നത് അവിടെയാണ് അയോഗത്തിൽ പറഞ്ഞിരുന്നത് പീനസം. സിദ്ധിസ്ഥിതി പറയുമ്പോൾ തന്നെ പ്രതിഷ്ഠയായിട്ട് പറയും. ഉത്ക്ലേശം അവിടെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഏതിനൊക്കെ ഉത്ക്ലേശം ഉണ്ടാകുന്നത്? ശ്ലേഷ്മത്തിനും പിത്തത്തിനുമാണ് ഉത്ക്ലേശം ഉണ്ടാകുന്നത്. ഏതിൽ? അയോഗത്തിൽ. ശ്ലേഷ്മത്തിനും പിത്തത്തിനാണ് ഉത്ക്ലേശം ഉണ്ടാകുന്നത്. അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത്രയൊക്കെ വിരേചനത്തിന്റെ കാര്യങ്ങൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പോകുന്നത് വമനത്തിന്റെ അതിയോഗ ലക്ഷണമാണ്. അത് ഏകദേശം സിമിലർ ആണ്. വമനത്തിന്റെ അതിയോഗ ലക്ഷണം സിമിലർ ടു അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു. വമനെ അധികൃതി ലിംഗാനി ഏതാനി ഏവ ഭവന്തി. വമനത്തിന്റെ അതിയോഗ ലക്ഷണവും എന്തുപോലെ തന്നെയാണ്? വമനെ അധികൃതി ലിംഗാനി ഏതുപോലെ തന്നെയാണ്? വിരേചനത്തിന്റെ അതിയോഗം പോലെ തന്നെയാണെന്ന് പറയും. പക്ഷെ രണ്ടെണ്ണം അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട്. ആ രണ്ടെണ്ണം ഓർമ്മിച്ചിരിക്കുക. ഒന്ന് ഊർത്വക വാദരോഗം, വാക്കുഗ്രഹവും. ഊർത്തത്തിലുണ്ടാകുന്ന വാദരോഗങ്ങൾ. പിന്നെ വാക്ക് പിടിച്ചു തിരിക. ഗ്രഹമാണ് ഗ്രഹം പിടിച്ചു തിരിക എന്ന് വെച്ചാൽ ഡിഫിക്കൽറ്റി ആണ്. വാക്ക് വരത്തില്ല. ഡിഫിക്കൽറ്റി ഇൻ സ്പീച്ച്. ദാറ്റ് ഇസ് ഡിസ്ഫോണിയ ലൈക്ക് സിംപ്റ്റംസ്. ഡിസ്ഫോണിയ ക്യാൻ ബി സേ ഫോണിയ ലൈക്ക് വാക്ഗ്രഹം. സോ വാക്ഗ്രഹം ഊർത്വക വാദരോഗം. ഇതേ സെയിം സാധനം അഷ്ടാംഗഹൃദയത്തിൽ ഇതുപോലെയൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുമ്പോൾ അഡീഷണൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ക്ഷാമത അതിയോഗ ഫേനക ചന്ദ്രക രക്തവത്ത് കണ്ഠശോഷ തമഹ ഭ്രമഹ വമിതം ക്ഷാമദാദാഹ കണ്ഠശോഷം തമഭ്രമഹ വമിതം ക്ഷാമദാദാഹം കണ്ഠശോഷം. കണ്ഠശോഷം എന്ന് പറഞ്ഞില്ല. വാഗ്രഹത്തിൽ എന്ന് പറയുന്നില്ല. അവിടെ കണ്ഠശോഷം എന്ന് പറഞ്ഞില്ല. തമം ഭ്രമം അത് പറയുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് ലൈൻ പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ? വായുവാമയം. ഘോരമായിട്ടുള്ള രോഗങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്. വാദരോഗങ്ങൾ പറയുമ്പോൾ വാദരോഗങ്ങൾ രണ്ടിടത്തും പറയുന്നുണ്ട്. വാദരോഗങ്ങൾ മാരുത അർത്ഥസ്യൻ വിരേചനത്തിന്റെ അതിയോഗത്തിലും വാദരോഗം പറയുന്നുണ്ട്. അഷ്ടാംഗഹൃദയകാരൻ വാദരോഗങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന വമനത്തിന്റെ അവസാന ഭാഗത്ത് വമനത്തിന്റെ അതിയോഗത്തിലാണ്. അവിടെ പറയുമ്പോൾ എങ്ങനെ പറയുന്നത്? ഘോരാവായുവാമയ മൃത്യുർ ജീവശോണിത നിർഗമനാഥ്. മരണം വരെ സംഭവിക്കാം. ജീവശൂന്യത പോവുക. അതിൻ്റെ അകത്തോടുകൂടി ഛർദി എക്സസീവ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്തുകൂടെ ഹെമറ്റമിസിസും കൂടെ ഉണ്ടാവുകയാണ്. ബ്ലഡും കൂടെ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മരണം ഉണ്ടാവാം.
എന്നാ എക്സ്ട്രാ പോയിന്റ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സിമിലർ ആണ്. വമനത്തിന്റെ അധികൃത ലിംഗം ഇതിനോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഊർത്തവാദരവും വാഗ്രഹവും ഉണ്ട് എന്നറിഞ്ഞിരിക്കുക. അതിനുശേഷം പറയുമ്പോഴാണ് ഈ ബഹുദോഷ ലക്ഷണം പറയുന്നത്. ബഹുദോഷ ലക്ഷണം എന്ന് പറയുമ്പോൾ ശോധനം ചെയ്യേണ്ട കണ്ടീഷൻസ് ഏതൊക്കെയാണ്? അവിഭാഗോ അരുചി സൗല്യം പാണ്ഡുത ഗൗരവംക്ലമഃ പിടകകോട കണ്ടൂന സംഭവോ അരതിരേവച ആലസ്യ ശ്രമ ദൗർവല്യം ദൗർഗന്ധ്യം അവസാദകഃ ശ്ലേഷണദുഃഖ സമുത്ക്ലേശോ നിദ്രാനാശോ അതിദ്രതഃ തന്ത്രാക്ലൗദ്യം അബുദ്ധിത്വം അശസ്തസ്വപ്ന പ്രദർശനം ബലവർണ പ്രാണശ്ച ദൃശ്യതോ തൃപ്യതോ ബ്രഹ്മണീരപി ബഹുദോഷസ്യ രംഗാനി തസ്മൈ സംശോധനം ഇതം മൂർത്തം ചേവ അനുലോമം ച യഥാദോഷം യഥാബലം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ വിഭാഗം പ്രോപ്പറായിട്ട് ഡൈജഷൻ നടന്നില്ല, അരുചി ഉണ്ടായി, അനുറുക്സി ഉണ്ടായി, സ്ഥൗല്യത ഉണ്ടായി, ഒബീസിറ്റി ഉണ്ടായി, പാണ്ഡുത ഉണ്ടായി, അനീമിയ ഉണ്ടായി, ഗൗരവത ഹെവിനെസ് ഉണ്ടായി, ക്ലമം ഉണ്ടായി, ക്ലമം ഫെറ്റീഗായി. ശ്രമവും ക്ലമവും ഏകദേശം ഒരുപോലെയാണ്. അതിന്റെ ഒരു കമ്പാരിസൺ കമന്ററിയിൽ പറയുന്നുണ്ട്, എന്താണ് ക്രമം എന്താണ് ശ്രമം എന്ന്. പിടക കോട കണ്ടു, പിടകം ഉണ്ടായി, കോടം ഉണ്ടായി, കണ്ടുണ്ടായി. ഛർദി വേഗരോധത്തിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. പിടകം കോട കണ്ടു ഒക്കെ ഛർദി വേഗരോധത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. എറപ്ഷൻ ആണ്, സ്കിൻ ഇറപ്ഷൻസ് ആണ് പിടക കോട കണ്ടുകളൊക്കെ. സംഭവം ഇതൊക്കെ സംഭവിക്കും. അരതി ഉണ്ടാവും. അരതി നമ്മൾ പഠിക്കുമ്പോൾ രോഗാതിരോഗാൻ സദാൻ ശക്താൻ ശേഷകായ പ്രസദാൻ ശേഷൻ ഔത്സുഖ്യമോക അരതിതാൻ. അവിടെ അരതി പഠിച്ചു. അരതി എന്താ പഠിച്ചേ? അരതി അസന്തോഷം, റെസ്റ്റ്ലെസ്നെസ്, ഇറിറ്റേഷൻ, അസന്തോഷം, സന്തോഷമില്ലാത്തൊരവസ്ഥ. ആലസ്യ ശ്രമ ദൗർബല്യം, ആലസ്യത, ശ്രമം, ഫെറ്റീഗ്, വീക്ക്നെസ്, ദൗർബല്യത, ദൗർഗന്ധ്യം, ദുർഗന്ധം, അവസാദം. അവിടെ അവസാദം എന്ന് പറയുന്ന മനോ അവസാദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കമന്ററി പറഞ്ഞിരിക്കുന്നത്. മനോ അവസാദം എന്ന് പറയുന്നത് മനസ്സിനുണ്ടാവുന്ന അവസാദം, മനസ്സിനുണ്ടാവുന്ന എക്സേർഷൻ, മനോവസാദം എന്ന് പറയുന്നത്. പിന്നെ പറയുമ്പോൾ ശ്ലേഷ്മ വിത്തോ സമുത്ക്ലേശം, ശ്ലേഷ്മവും വിത്തവും ഉത്ക്ലേശം, ശ്ലേഷ്മവും വിത്തവും ഉത്ക്ലേശ അവസ്ഥയിലേക്ക് പോകും. നിദ്രാനാശത്തിനുള്ള കാരണവാദമാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാദ ജ്വരം പറയുമ്പോൾ അവിടെ നിദ്രാനാശം പറയുന്നുണ്ട്. നിദ്ര പ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്ലേഷ്മമാണ്. അപ്പൊ നിദ്രയുടെ കാരണം തന്നെ ആരാണ്? ശ്ലേഷ്മമാണ്. അപ്പോൾ അതിനിദ്രത ഡ്യൂ ടു ശ്ലേഷ്മം. തന്ത്ര ഉണ്ടാകുന്നുണ്ട്, ക്ലൈഭ്യം ഉണ്ടാകും, ഇമ്പോർട്ടൻസി ഉണ്ടാകുന്നുണ്ട്, ആ ബുദ്ധിത്വം ഉണ്ടാകുന്നുണ്ട്, ഐക്യവരവും ഇല്ല, ഇന്റലിജന്റ് കുറഞ്ഞു, അങ്ങനെയുള്ള അവസ്ഥ, ഉന്മാദ അവസ്ഥകളൊക്കെ. അസ്വപ്ന ദർശനം, അതായത് അശസ്ത സ്വപ്ന ദർശനങ്ങൾ, സ്വപ്ന ദർശനങ്ങൾ അശസ്തമായിരിക്കുന്ന അവസ്ഥ. സ്വപ്ന ദർശനം അതായത് ഡ്രീംസ് ഒക്കെ അശസ്തമാണ്, ഇൻഓസ്പീഷ്യസ് ആണ്, അങ്ങനെയുള്ള അവസ്ഥ. അതും നിങ്ങൾ ഡ്രീംസ് 7 ടൈപ്സ് ഓഫ് ഡ്രീംസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഫിസിയോളജിയിൽ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. അവിടെ സഫലമേതൊക്കെ, അഫലമേതൊക്കെ, പ്രഥമ രാത്രിയിൽ എന്താ, രാത്രിയിൽ കാണുന്ന, മധ്യമരാത്രി, അർദ്ധരാത്രിയിൽ കാണുന്നതിന്റെ ഫലങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ബലവർണ പ്രാണശസ്യ തൃപ്തിത് ബ്രഹ്മണീരവി. തൃപ്തി, ബ്രഹ്മണമൊക്കെ ചെയ്തിട്ടുണ്ട്. തൃപ്തി നറിഷ്മെന്റ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തു, ബ്രഹ്മണമൊക്കെ കറക്റ്റായിട്ട് ചെയ്തെങ്കിലും ബലവും ഇല്ല, വർണ്ണവും ഇല്ല. അതൊക്കെ പ്രണശം സംഭവിച്ചു. നാശമാണ്, മാറി ആയതാണ് പ്രണാശം എന്ന് വെച്ചാൽ അവയൊക്കെ നശിച്ചുപോയി. ബലമില്ല, വർണ്ണമില്ല, ഇങ്ങനെയൊക്കെ ഇതൊക്കെ കുറഞ്ഞ അവസ്ഥകളിലൊക്കെ നമുക്ക് ചിന്തിക്കുക, ഇതൊക്കെ പോയ അവസ്ഥ. ബ്രഹ്മണമൊക്കെ ചെയ്തതിന് ശേഷവും ഇങ്ങനെയാണ്, ബലവും ബ്രഹ്മവും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ശോഭന അർഹനാണ് എന്ന് മനസ്സിലാക്കാം, അവിടെ ശോഭനം ചെയ്യണം. അപ്പൊ ബഹുദോഷ ലക്ഷണം എന്ന് ചോദിച്ചാലും ശോഭന അർഹർ ചോദിച്ചാലും ഇതാ എഴുതേണ്ടത്. നേരെ മറ്റേ അഷ്ടാംഗത്തിലുള്ള നിങ്ങൾ ഓർമ്മിച്ച് നോക്കണം. നിങ്ങൾ എന്താ പഠിച്ചത്? ശോധനം ഏത് കണ്ടീഷനൊക്കെയാ ശോധനം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? തത്ര സംശോധനേഹി സ്ഥൗല്യ ബല പിത്തകപാതിക നാമദോഷ ഹൃദാമയഹി. അത് ഓർമ്മിക്കണം. അവിടെയും കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ ഡിസീസുകളും ഈ ഡിസീസുകളായിട്ട് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി, നേരെ പഴയ പൂർവ്വകാലത്തേക്ക് ഫസ്റ്റ് ഇയറിലേക്ക് പോകണം. ഒന്ന് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ അതൊരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് നിങ്ങളെ നോളജ് വളർത്താനും സഹായിക്കുന്ന കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയുള്ളത് ബെനിഫിറ്റ് ആണ്. അതിന്റെ പ്യൂരിഫിക്കറ്ററി തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും? എന്തൊക്കെയാ? ഏവം വിശുദ്ധ കോഷ്ടസ്യ കായാഗ്നിരഭിവർത്തതേ വ്യാദേശോപശം യതി പ്രകൃതിശ്ചാനുവർത്തതേ ഇന്ദ്രിയാണി മനോബുദ്ധി വർണ്ണശ്ച അസ്യ പ്രസീദതി ബലം പുഷ്ടിരപത്യം ച വൃഷദാ ച അസ്യ ജായതേ ജരം കൃത്യനവതി ചിരം ജീവത്യനാമയഃ തസ്മാത് സംശോധനം കാലയുക്തിയുക്തം വേനരഃ. അപ്പോ വിശുദ്ധ കോഷ്ടം ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തുണ്ടാവും? കോഷ്ടവിശുദ്ധി ഉണ്ടാവും, കായാഗ്നി വർദ്ധിക്കും, വ്യാധി ഉപശമനം സംഭവിക്കും, പ്രകൃതി അനുവർത്തതയെ, പ്രകൃതി നോർമൽ പ്രകൃതി ഉണ്ടാവും,
ഇന്ദ്രിയാണി മനോബുദ്ധി. ഇന്ദ്രിയത്തിനും മനസ്സിനും ബുദ്ധിക്കും വർണ്ണവും ഒക്കെ പ്രസീതതി അവയൊക്കെ ക്ലാരിഫിക്കേഷൻ സംഭവിക്കും. മനസ്സ് ബുദ്ധിയൊക്കെ ക്ലിയർ ആവും. വർണ്ണം ബുദ്ധി ഇന്ദ്രിയൊക്കെ ക്ലിയർ ആവും. ബലം പുഷ്ടി, ബലം ലഭിക്കും, പുഷ്ടി ലഭിക്കും, അബദ്ധ്യം ലഭിക്കും, കുട്ടികൾ ലഭിക്കും, നല്ല സെക്ഷൽ എഫക്റ്റ് കൂടും, വൃഷത ലഭിക്കും. ജരാങ്കൃച്ഛേണ ലഭതേ, ജര ഡിലേയിങ് ഓഫ് ഏജിങ്, ജരാങ്കൃച്ഛേണ ലഭതേ, അങ്ങനെ പെട്ടെന്നൊന്നും ജര ഉണ്ടാവില്ല. കറക്റ്റായിട്ട് പ്യൂരിഫിക്കറ്ററി തെറാപ്പി ചെയ്യുന്നത്. അതാണ് കാലേ യുക്തിയുക്തം, പ്രോപ്പർ ടൈമിൽ. അതായത് ഋതുകാലത്തിൽ ഏതൊക്കെ ഋതുവിലാണോ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുള്ളത് ആ കാലത്തിൽ, അല്ലെങ്കിൽ ഏതൊക്കെ ഋതുവിൽ ഏതൊക്കെ ടൈമിൽ വമനം ചെയ്യണം. വിരേചനം ചെയ്യുമ്പോൾ ശ്ലേഷ്മകാലേ ഗതേജ്ഞാത്വ, ശ്ലേഷ്മകാലം കഴിഞ്ഞതിന് ശേഷം വിരേചനം ചെയ്യണം. അങ്ങനെ പ്രോപ്പർ ടൈമിൽ പറഞ്ഞിട്ടുണ്ട്. വമനം ഏത് സമയത്ത് ചെയ്യണം, സാധാരണ കാലം. അങ്ങനെ ആ പ്രോപ്പർ ടൈമുകളിൽ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചിരം ജീവതി അനാമയത, ചിരം, നമുക്ക് ജീവിക്കാൻ കഴിയും അനാമയം, വിത്തൗട്ട് ഡിസീസ്, ചിരം എപ്പോഴും. അതുകൊണ്ട് സംശോധന, അതുകൊണ്ട് എപ്പോഴും പ്രോപ്പർ ടൈമിൽ യുക്തിവായനുസരിച്ച് വൈദ്യൻ എന്ത് ചെയ്യുക, ശോധനം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയുമ്പോൾ ഈ ശ്ലോകം നിങ്ങൾ പഠിച്ചിട്ടുള്ള ശ്ലോകമാണ്. എവിടെ പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗാനുത്പാദനീയം എന്ന് പറയുന്ന അധ്യായത്തിൽ പഠിച്ചിട്ടുള്ള ശ്ലോകമാണ്. 4th ചാപ്റ്റർ, അഷ്ടാംഗ ഹൃദയം. എന്താ അവിടെ പഠിച്ചത്? എങ്ങനെയാ? ഏതേതച്ച യഥാകാലം മലാനാം ശോധനം പ്രതി അത്യത്വ സഞ്ചിതാസ്തേഹി കൃതോ ജീവിതസ്ഥിതഃ ദോഷാഹ കഥാചിത് കുപ്യതി ജിതാലംഘന പാചനേഹി ഏതു സംശോധന ശുദ്ധേഹി ന ത്വേഷാം പുനരുദ്ഭവഃ. സംശോധന ശുദ്ധേഹി ന തേഷാം പുനരുദ്ഭവഃ. സംശോധനം ചെയ്ത രോഗം പിന്നീട് പുനരുദ്ഭവക ന തേഷാം, അവ പിന്നീട് ഉദ്ഭവിക്കുകയില്ല. അത് തന്നെ വേറൊരു രീതിയിൽ ഒരു ശ്ലോകം വേറെ കുറച്ചൊന്ന് മാറ്റിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുക. അവിടെ പറയുമ്പോൾ ഏത് ചാപ്റ്ററാ? 4th ചാപ്റ്റർ. 4 into 4 16th ചാപ്റ്റർ. 4ന്റെ സ്ക്വയറിന് എടുത്താൽ മതി. 16ാമത്തെ അധ്യായത്തിലാണ് ഇവിടെ ഈ ശ്ലോകം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദിക്കാവുന്ന ചോദ്യം ഈ 2 ലൈൻ തന്നിട്ട് എക്സ്പ്ലെയിൻ ദ വേഴ്സസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ചില സംസ്ഥാനങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കാണാറുണ്ട്. ആദ്യം അപ്പോൾ ആ ശ്ലോകം നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അതിന്റെ അധികരണം, അവിടെ അധികരണ തന്ത്രയുക്തി ഉപയോഗിക്കുക. അധികരണം ഏതാണ്, ഏത് ടെക്സ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് കോണ്ടക്സ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്, പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ. ദോഷ കഥാചിത് കുപ്യന്തി. കഥാചിത്ത് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ ദോഷങ്ങൾ കുപ്യന്തി, കോപിക്കും. എപ്പോഴാ? ജിതാലംഘന പാചനകി, നമ്മൾ ലംഘനവും പാചനവും ചെയ്തിട്ടാണ് ആ ദോഷങ്ങളെ ജയിച്ചതെങ്കിൽ എന്ത് ചെയ്യും? അത് കോപിക്കും. പക്ഷേ സംശോധനം ചെയ്തിട്ടാണെങ്കിൽ ജയിച്ച ദോഷങ്ങൾ ന തേഷാം പുനരുദ്ഭവക, അങ്ങനെയുള്ള ദോഷങ്ങൾ ഒരിക്കലും ഉദ്ഭവിക്കില്ല എന്നാ പറഞ്ഞത്. അതിനൊരു എക്സാമ്പിൾ പോലെ, സെമിരി പോലെ പറഞ്ഞിരിക്കുക. ദോഷാണാഞ്ച ദ്രുമാണം. ദോഷം ദ്രുമം പോലെയാണ്. ദ്രുമം എന്ന് പറയുമ്പോൾ ഒരു മരം. ആ മരത്തിന്റെ നമ്മൾ മൂലേ അനുപഹതി, ന ഉപഹതേ അനുപഹതേ. ഉപഹതം നമ്മൾ ഡിസ്ട്രക്ട് ചെയ്യുക, നശിപ്പിക്കുക. അനുപഹതം നശിപ്പിച്ചേയില്ല. അപ്പൊ ദ്രുമത്തിന്റെ മൂലത്തിൽ മുഴുവനായിട്ട് നമ്മൾ നശിപ്പിച്ചില്ല എങ്കിൽ എന്താ സംഭവിക്കുക? പ്രസവങ്ങൾ വരും. പ്രസവം വരും എന്ന് പറഞ്ഞാൽ ഗർഭം വരുമെന്നല്ല, അവിടെ പ്രസവം, അതിൽ പുതിയ മുട്ടുകളും പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരും. അതുപോലെയാണ് രോഗാണാം ഗതാനാം ആഗതിർ ധ്രുവ. വരേണ്ട രോഗങ്ങൾ ആഗതിർ ധ്രുവ, ഉറപ്പായിട്ടും വന്നിരിക്കും. ഉറപ്പായിട്ട്. ആ ധ്രുവ എവിടെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ധ്രുവാസ്ഥിതി. നഹി സർവ്വരോഗാണാം നാമതോ അസ്തി ധ്രുവാസ്ഥിതി. എല്ലാ രോഗങ്ങൾക്കും പേര് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും, സെർട്ടൺലി, ധ്രുവ, ഉറപ്പായും ആഗതി, വന്നിരിക്കും രോഗങ്ങൾ. ഓക്കെ, അത് ചിലപ്പോൾ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇനി അടുത്തത്, ഇപ്പൊ നമ്മൾ മെഡിസിൻ ഈ പറയുന്ന ശോധനമൊക്കെ ചെയ്തു, ശോധനത്തിന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു. ശോധന ചെയ്തു കഴിഞ്ഞാൽ ഓൾറെഡി മനുഷ്യന് വീക്കാവും, അല്ലെങ്കിൽ ശോധന ചെയ്തു കഴിഞ്ഞാൽ ബോഡി വീക്കാണ്. അങ്ങനെ വീക്കായിരിക്കുന്ന വ്യക്തിക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കാം, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നാണ് അടുത്ത കോൺടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാം? അവിടെയാണ് ഭേഷജ ക്ഷപിതൻ എന്ന വ്യക്തി. ഇപ്പൊ റൈറ്റ് അബൌട്ട് ഭേഷജ ക്ഷപിത ട്രീറ്റ്മെന്റ്. ഭേഷജത്തിലെ ക്ഷപിത വ്യക്തിയുടെ ട്രീറ്റ്മെന്റ് എന്താ? പദ്യാഹാര ബ്രഹ്മണീകമാകും. പദ്യമുള്ള ആഹാരങ്ങൾ കൊടുക്കുക. പദ്യാഹാരേവ ബ്രഹ്മണോന്ന. പദ്യാഹാരേവ, അവിടെ ഏവയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പദ്യാഹാരം മാത്രം കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔഷധത്തിനേക്കാൾ ഉപരി പദ്യാഹാരത്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. പക്ഷെ അഷ്ടാംഗഹൃദയം ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. അഷ്ടാംഗഹൃദയത്തിൽ പറയുമ്പോൾ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ഇതേ പറയുന്ന രോഗാനുത്പാദനീയം 4th ചാപ്റ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ എന്താ? ഭേഷജക്ഷപിതേ പത്യാഹാര ബ്രഹ്മണീര വിക്രമാത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ശാലി ഷഷ്ടിക മുദ്ഘാമാംസ ഗൃഹാദിഭി ഹൃദ്യദീപന ഭേഷജേരുക്തി രുചിപക്തിദേഹി അഭ്യംഗ ഉദ്വർത്തന സ്നാന നിരൂപസ്നേഹവസ്തിഭി യഥാചലപതേ ശർമ്മം ലഭതേ
പാവക പാടവം, നിരവധീശ്വര പാവക പാടവം, ദ്വിവർണേന്ദ്രിയ വൈമല്യം, ദെൻ വൃഷത, ദ്വിവർണേന്ദ്രിയം, വൃഷത, ഇതൊക്കെ ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ദ്രിയ പാടവം, പാവക പാടവം, അതായത് ഈ പറയുന്ന ഭേഷജക്ഷപിതനായിട്ടുള്ള വ്യക്തികൾക്ക് ഈ പറയുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അഗ്നിക്ക് പാടവം ഉണ്ടാവും, അഗ്നി വലുതാകും, സോറി അഗ്നി ഇഗ്നൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ അഗ്നിക്ക് ദ്യുതി ഉണ്ടാവും, ദീപ്തമായി മാറും. അതുപോലെ എന്തുണ്ടാവും എന്ന് പറഞ്ഞിരിക്കുന്നത്, ദീപ്ത അഗ്നി ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുന്നത്. ദീപ്താഗ്നി, ദീപ്താഗ്നി ഉണ്ടാവും. ദ്വിവർണ്ണ ഇന്ദ്രിയ വൈമല്യം, ഇന്ദ്രിയ വൈമല്യം, ഇന്ദ്രിയം വൈമല്യമായി മാറും. വൈമല്യം ഉണ്ടാവും, വർണ്ണ വൈമല്യം ഉണ്ടാവും, വർണ്ണത്തിന് വൈമല്യത ഉണ്ടാവും എന്ന് പറയുന്നത്. വൃഷത, ദീർഘമായുഷ എന്നൊക്കെ അഷ്ടാംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ എവിടെയും പറഞ്ഞിരിക്കുന്നത്. കുറച്ച് വ്യത്യാസം, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. എന്താ പറയാ, പക്ഷേ അവിടെ ആഹാരേ ഏവ ബ്രഹ്മണം എന്ന് പറയുന്നില്ല, ആഹാരം മാത്രം. കാരണം ഏവയ്ക്ക് അവിടെ പ്രസക്തി ഉണ്ട്. ഇവിടെ ഏവ എന്ന് പറയുന്ന പ്രസക്തിയുടെ കാരണം, ക്ഷിപിതനായ വ്യക്തി ഭേഷജം കഴിച്ച ഇത്രയും ഭേഷജം, അതായത് ഇത്രയും ട്രീറ്റ്മെന്റ് ശോധന ചെയ്ത് മെഡിസിൻ ഓൾറെഡി മനുഷ്യന് വീക്കാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ നിങ്ങൾ കുറച്ച് ഔഷധമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താ സംഭവം? ദുസ്സഹത്വം എന്ന് ചക്രവാണിക മണ്ഡി പറയും. ദുസ്സഹമാണ്. ബോഡി ആക്ഷൻ വളരെ പാടാണ്. ബോഡിക്ക് അത് എന്താ സർവോക്ഷതക്ഷമം ദേഹി, അങ്ങനെയുള്ള ദേഹം ആവില്ല. അപ്പോൾ നമുക്ക് സഹിക്കാൻ എന്തായിരിക്കും, ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ദുസ്സഹമായിരിക്കും എന്നുള്ളത് കൊണ്ട് പഥ്യാഹാരം, കൃത്യമായിട്ടുള്ള ആഹാരത്തിലൂടെ എന്ത് ചെയ്യുക, ബ്രഹ്മണം ചെയ്യുക. അതിനുപയോഗിക്കേണ്ട സാധനങ്ങൾ ഘൃതം, മാംസരസ, ക്ഷീര, ഹൃദ്യയൂഷ, ഉപസംഹിത. ഹൃദ്യമായിട്ടുള്ള യൂഷങ്ങൾ, ഘൃതം, മാംസരസം, സൂപ്പുകൾ, ക്ഷീരം, മിൽക്ക്, ഇതൊക്കെയാണ്. അഭ്യംഗ ഉത്സാദനേഹി സ്നാന നിരൂഹേഹി സാനുവാസനേഹി. അഭ്യംഗം പറയുന്നുണ്ട്, ഉത്സാദനം പറയുന്നുണ്ട്. അഭ്യംഗം മസാജ്, ഉത്സാദനം എന്തറിയാം, പേസ്റ്റ് വെച്ചുള്ള മസാജ് തന്നെയാണ്, ഒരു ടൈപ്പ് ഓഫ് മസാജ്, പേസ്റ്റ് മസാജ്. സ്നാന നിരൂഹ അനുവാസനേഹി, സ്നാനം, നിരൂഹം, അനുവാസനം, സ്നാനം. ഇപ്പൊ ഇവിടെ നോക്ക്, എന്തുകൊണ്ടാണ് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, നീല കളർ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ PG പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്താണ് ഭേഷജക്ഷപിതത്തിൽ ക്ഷപിതന് ചെയ്യാൻ പാടില്ലാത്തതായിട്ട് ആചാര്യം പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ അഭ്യംഗം പറയും, ഉദ്വർദ്ധനം പറയുന്നില്ല. പക്ഷെ നോക്കൂ, നേരെ മറിച്ച് നിങ്ങൾ അഷ്ടാംഗഹൃദയത്തിലേക്ക് പോയാൽ അവിടെ പറയുന്ന അഭ്യംഗ ഉദ്വർദ്ധന സ്നാന സ്നേഹ നിരൂപ വസ്തുവിഹി എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ സ്നേഹവസ്തിയും നിരൂപവസ്തിയും അഭ്യംഗവും ഉദ്വർദ്ധനം പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുമ്പോൾ ഉദ്വർദ്ധനമല്ല, ഉത്സാദനമാണ് പറയുന്നത്. അഷ്ടാംഗ ഹൃദയകാരനല്ല ചരകാചാര്യൻ. അഭ്യംഗവും ഉത്സാദനവും സ്നാനവും നിരൂപവും അനുവാസനവുമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർക്കുക. പിന്നെ ഉള്ളത് അതിയോഗം ചെയ്താലുള്ള ഗുണം. അതിയോഗാനുബദ്ധമാണ് എന്താ, സർപ്പിഹിപാനം പ്രശസ്തി. സർപ്പിപാനം പറഞ്ഞിരിക്കുന്നത്, സർപ്പിഹിപാനം. പിന്നെ തൈലം മധുരൈ സിദ്ധം, മധുര സിദ്ധമായിട്ടുള്ള തൈലങ്ങൾ ഉപയോഗിക്കുക. അനുവാസനം ഉപയോഗിച്ച് ചെയ്യുക. ഇതൊക്കെയാണ് ശോധനത്തിന്റെ അതിയോഗത്തിന്റെ ട്രീറ്റ്മെന്റ്. ഇനി അയോഗത്തിന്റെ ട്രീറ്റ്മെന്റ് വരുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അയോഗത്തിൽ വീണ്ടും ശോധനം ചെയ്യണം. എന്ത് ചെയ്തതിനു ശേഷം? സ്നിഗ്ധം ചെയ്തതിനു ശേഷം, സ്നേഹനം ചെയ്തതിനു ശേഷം പുനഃ സംശോധിത്. അപ്പൊ അയോഗമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ശോധനം പ്രോപ്പറായി നടന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, അവിടെ എന്ത് ചെയ്യണം? സ്നേഹനം ചെയ്ത്, സ്വേദനം ചെയ്ത്, ശോധനം ചെയ്യുക, വീണ്ടും ശോധനം ചെയ്യുക. പക്ഷെ ആ ശോധനം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം എന്നും ആചാര്യൻ പറയുന്നുണ്ട്. മാത്ര, കാല, ബലം, ഇതൊക്കെ കൺസിഡർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്, എന്നെടുത്ത് പറയുന്നുണ്ട്. മാത്രയും കാലവും ബലവും അനുസരിച്ചിട്ട് അയോഗനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ നമ്മൾ സംശോധനം ചെയ്യണം. പക്ഷെ സംശോധനത്തിന് മുമ്പ് എന്ത് ചെയ്യണം? പുനഃ സംശോധിക്കുക. സ്നിഗ്ധം ചെയ്തതിനു ശേഷം പുനഃ സംശോധിക്കുക, നരം എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് നമ്മുടെ അവസാന പാർട്ടിലേക്ക് കിടക്കുന്ന ഈ അധ്യായത്തിന്റെ സ്വഭാവ ഉപരമവാദം. നിങ്ങൾ പദാർത്ഥത്തിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സ്വഭാവമായിട്ട് ഉപരമം സംഭവിക്കുന്നു. സ്വഭാവം എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആണ്, നാച്ചുറലായിട്ട് ഉപരമിക്കുന്നു. ഉപരമം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നാശം, ഡിസ്ട്രക്ഷൻ, പെരിഷ്, നശിച്ചു പോവുക എന്നാണ്. സ്വാഭാവികമായിട്ട് ഡിസ്ട്രക്ട് ചെയ്യുക. അതായത് നമ്മളിപ്പോ ഒരു ലാമ്പ്, ഒരു വിളക്ക് കത്തിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വേണ്ടത് എന്താ? തിരി വേണം. തിരി കത്തിക്കാനായിട്ട് മാച്ച് ബോക്സ് വേണം, പിന്നീട് ഓയിൽ വേണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അഗ്നി ഉണ്ടായി. ആ അഗ്നി നാച്ചുറലായിട്ട് എങ്ങനെ ഡിസ്ട്രക്ട് ചെയ്ത് പോകും, നശിച്ചു പോകും. അത് നാച്ചുറലാണ്. അതിന് പ്രത്യേകിച്ച് ആവശ്യങ്ങളുടെ, അതിനൊരു ഹേതുവിന്റെ ആവശ്യമില്ല. അത്രയേ ഉള്ളൂ. അതാണ് സ്വഭാവ ഉപരവാദം. ഇത് പറഞ്ഞത് ആരാണ്? ആചാര്യചരകൻ.
അതായത് ജായന്തേ ഹേതു വൈഷമ്യാത് വിഷമാ ദേഹധാതവ. ഹേതുവിന്റെ വിഷമത കൊണ്ട് ദേഹധാതുക്കൾക്കും വിഷമത ഉണ്ടാവും. അതായത് ഹേതുക്കൾ ഏതാണോ അതിന് കുറച്ച് വിഷമത ഉണ്ടാകുമ്പോൾ അതിന്റെ ഡിസിക് ഇക്വിലിബ്രിയം കൊണ്ട്, വിഷമത കൊണ്ട്, ഡിസിക് ഇക്വിലിബ്രിയം കൊണ്ട് ദേഹധാതുക്കൾക്ക് വിഷമത ഉണ്ടാവും. ഹേതു സാമ്യാത് സമാത് തേഷാം തേഷാം അവയ്ക്ക് ഈ ദേഹധാതുക്കൾക്ക് തന്നെ എന്തുണ്ടാവും? ദേഹധാതുക്കൾക്ക് തന്നെ സമാവസ്ഥയിലേക്ക് വരും. എപ്പോഴാ? ഹേതുക്കൾ സാമ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിലോട്ട് വരും? സമാവസ്ഥയിലേക്ക് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹേതുക്കൾ സാമ്യ അവസ്ഥയോട്ട് വരുന്നത് വരെ കാത്തിരിക്കുക. നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല. ഹേതുക്കൾ എപ്പോഴാണോ സാമ്യമാകുന്നത് അപ്പോഴത്തേക്കും എന്താവും? തീർച്ചയായിട്ടും ദേഹധാതുക്കളും വിഷമാവസ്ഥയിൽ നിന്ന് സാമ്യാവസ്ഥയിലേക്ക് വരും. അത് സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും ഈ ഉപരമം സംഭവിക്കും, ഡിസ്ട്രക്ഷൻ സംഭവിക്കും, നശിക്കും. എന്ത് നശിക്കും? ഈ പറയുന്ന കോഴ്സ് ഓഫ് ടൈമിനനുസരിച്ച് എന്ത് സംഭവിക്കും? ടൈം പോകുന്നതനുസരിച്ച് നാശം സംഭവിക്കും. ആ നാശം സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ധാതുക്കൾ പൂർവാവസ്ഥയിലേക്ക് വരും. അത് ഹേതുക്കളുടെ സാമ്യം കൊണ്ട് എന്തുണ്ടാവുന്നു? ദേഹധാതുക്കളും സാമ്യാവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ അവിടെ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ഒരു ഹേതുക്കളുടെ അവിടെ നമുക്ക് പ്രവൃത്തിക്ക് മാത്രം, അതായത് ഒരു സാധനത്തിന്റെ ഒറിജിന് മാത്രമേ നമുക്ക് അവിടെ എന്തിന്റെ ആവശ്യമുള്ളൂ? ഹേതുവിന്റെ ആവശ്യമുള്ളൂ. അവയുടെ നാശത്തിന് എന്തിന്റെ ആവശ്യമില്ല? ഹേതുവിന്റെ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഹേതു സാമ്യാവുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തും സാമ്യാവും, ദേഹധാതുക്കളും സാമ്യാവസ്ഥയിലേക്ക് വരും എന്ന് പറയുന്നതാണ് സ്വഭാവ ഉപരമവാദം. വേറൊരു ശ്ലോകം കൂടെ അതിന് ഉപോത്ബലമായിട്ട് വേറൊരു ശ്ലോകവും കൂടി ചരകാചാര്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് പ്രവൃത്തിർ ഹേതുഭാവാന നിരോധി അസ്തി കാരണം കേചിത് തത്രാഭിമന്യന്തി ഹേതുവർത്തനം. പ്രവൃത്തിർ ഹേതുഭാവാന, ഹേതു ഭാവങ്ങളുടെയൊക്കെ പ്രവൃത്തിക്ക് വേണ്ടി, ഭാവങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഭാവം, ഏതൊരു ഭാവമായാലും അതിൻ്റെ പ്രവൃത്തിക്ക് ഹേതു ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ നിരോധത്തിന്, അത് നശിക്കാൻ, നിൽക്കാൻ കാരണത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ ഒന്ന് തുടങ്ങാൻ കാരണം വേണം, അത് നിൽക്കാൻ കാരണം ആവശ്യമില്ല. ശരീരം ഉണ്ടായി, ശരീരം ഓട്ടോമാറ്റിക്കലായിട്ട് സ്വഭാവം, അത് ക്ഷണഭങ്കുരവാദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും നമുക്ക് അവിടെ സ്വഭാവപരവാദമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാം. ശരീരം ഉണ്ടാവാൻ കാരണം വേണം. ശരീരം നാച്ചുറലി നശിച്ചു പോകുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ശരീരേതി ശരീരം, നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ജനറലി ക്ഷണഭങ്കുരവാദമായിട്ടാണ് കോറിലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെയും എന്തിലോട്ട് പറയാം? അതിനെ സ്വഭാവ ഉപരമവാദമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാം. കാരണം ഇതേ സെയിം കൺസെപ്റ്റ് നിങ്ങൾ ചരകം ശാരീരം പഠിക്കുമ്പോൾ അവിടെയും പഠിക്കും. നഹി ഏകോ വർത്തതേ ബാബോ വർത്തതേ നാപി അഭിഹേതുഹ നാപി അഹേതുഹ ശിക്രത്വാത്. അങ്ങനെ ഒരു ശ്ലോകം, അത് ശാരീരസ്ഥാനം വരുമ്പോൾ നിങ്ങൾ പഠിക്കും. അതായത് ഇതേ സ്വഭാവ ഉപരമവാദം തന്നെ ശാരീരസ്ഥാനത്തിന്റെ ഒരു ഭാഗത്തും അതിന് ഇക്വലന്റ് ആയിട്ടൊരു ശ്ലോകം പറയുന്നുണ്ട്. അവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹേതുക്കൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകാൻ ഹേതുവിന്റെ ആവശ്യമുണ്ട്. ബാക്കി ശീഘ്രഗതി കൊണ്ടും സ്വഭാവത കൊണ്ടും നാച്ചുറലായിട്ട് അത് നശിച്ചു പോകുന്നു. അതുകൊണ്ട് നശിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന സ്വഭാവ ഉപരമവാദം. അവിടെയും കേജിത് തത്രാപി മന്യന്തേ ഹേതും ഹേതുവർത്തനം. എങ്കിലും കേജിത് കുറച്ചു പേർ തത്രാപി ഇവിടെ മന്യന്തേ ഇങ്ങനെയും ചിന്തിക്കുന്നുണ്ട്. എന്താ അവരുടെ അവർ പറയുന്നത്? എന്താ? ഹേതുവർത്തനം മന്യന്തി ഹേതു. അവർ ഹേതുവിനെ മന്യന്തി, ഹേതുകൾ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുപേർ കേജി തത്രാപി, കുറച്ചുപേർ തത്രാപി ഈ അവസ്ഥയിലും മന്യന്തി അംഗീകരിക്കുന്നുണ്ട്. എന്തിനെ അംഗീകരിക്കുന്നു? ഹേതുവിനെ അംഗീകരിക്കുന്നുണ്ട്. ഹേതുവിനെ അംഗീകരിക്കുന്നു എന്ന് വെച്ചാൽ ഹേതുരവർത്തനം, അവിടെ അവർത്തനം ഹേതു ഇല്ലാത്തത് കൊണ്ടാണ്, ഹേതു അവർത്തനമായതുകൊണ്ട്, ഹേതു നശിക്കുന്നത് കൊണ്ട് എന്ത്? അത് സാമ്യാവസ്ഥയിലേക്ക് വരുന്നു. അതാണ് ഹേതു. ഹേതു നശിക്കുന്നത് കൊണ്ട് എന്തുകൊണ്ട് വരുന്നു? അത് പ്രോപ്പർ അല്ലെങ്കിൽ സാമ്യാവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് ആരംഗീകരിക്കുന്നുണ്ട്? ചില സ്കോളേഴ്സ് അംഗീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിഹിലേഷൻ, അതിന്റെ നാശത്തിന് എന്ത് വേണം? ഹേതു അവർത്തനമാണെങ്കിൽ, ഹേതു നശിച്ചു കഴിഞ്ഞാൽ അതിന്റെ നാശം സംഭവിക്കുന്നു. ഹേതു പോകുമ്പോൾ അതിന്റെ നാശം സംഭവിക്കുന്നു.
അപ്പോൾ ഒന്നിൻ്റെ ഫോർമേഷന് ഹേതു ആവശ്യമാണ്, പക്ഷെ അതിൻ്റെ നിരോധത്തിന് കാരണം ആവശ്യമില്ല എന്ന് പറയുന്നത്. പിന്നെയാണ് അവസാനത്തെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകം. ഇതും പണ്ടാണെങ്കിൽ 2-3 മാർക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ചോദിക്കുമായിരുന്നു ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഇപ്പൊ ചാപ്റ്റർ ഏതാണെന്ന് അറിഞ്ഞിരിക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ MCQ PGയിൽ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചാപ്റ്ററിലാണ് വരുന്നത് എന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെയധികം അത്യാവശ്യമാണ്. ചോദിക്കാം. The sloka is coming in which chapter of the Charaka Samhita? യാഭിഹി ക്രിയാഭിർജായന്തേ ശരീരേ തദവകസമഃ സചികിത്സാ വികാരാണാം കർമ്മ തത് ഭിഷജാം സ്മൃതി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ശ്ലോകം നമുക്ക് ചികിത്സയുടെ ശ്ലോകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചതുർണാഭിഷകാദീന ഹസ്താനാം ധാതു വൈകൃതി പ്രവൃത്തിർ ധാതു സാമ്യാർത്ഥം ചികിത്സാ. ആരാ അവിടെ കുട്ടാവ അധ്യായത്തിൽ പഠിച്ചതാണ് ചികിത്സയുടെ മനുഷ്യൻ. ഇവിടെ അതുപോലെ തന്നെ ചികിത്സ എന്താന്ന് പറഞ്ഞിരിക്കുകയാണ്, ശരീരധാതുക്കളുടെ സമാവസ്ഥയാണ് ചികിത്സ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതൊരു ക്രിയയിലൂടെയാണോ ശരീരധാതുക്കളുടെ സമാവസ്ഥ, യാഭിക ക്രിയാഭിക, ഏതൊരു ക്രിയയിലൂടെയാണോ ശരീരധാതുക്കൾ ജായന്തേ സമാവസ്ഥയിലേക്ക് പോകുന്നത്, അതിനെയാണ് സചികിത്സ, അതിന്റെ ചികിത്സ എന്ന് പറയുന്നത്. എന്തിന്റെ ചികിത്സ എന്ന് പറയുന്നു? വികാരങ്ങളുടെ ചികിത്സ എന്ന് പറയുന്നു, ഡിസീസുകളുടെ ചികിത്സ എന്ന് പറയുന്നു. അപ്പോൾ വികാരങ്ങളുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഏതൊരു ക്രിയയിൽ വഴിയാണോ ശരീരധാതുക്കൾ സമാവസ്ഥയിലേക്ക് പോകുന്നത് അതിനെ ചികിത്സ എന്നും, അതാണ് ഒരു ഉത്തമ വൈദ്യന്റെ കർമ്മമെന്നും. കർമ്മ തത് ഭിഷജാസ്പദം, അതാണ് ഉത്തമ വൈദ്യന്റെ കർമ്മം എന്നും പറയും. ഇത്രയാണ് ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാവുന്നതാണ്. എനിക്കറിയാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ തയ്യാറാണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. അത് എല്ലാവരെയും കൂടെ, അതായത് ഞാൻ ഇതിനെ ഒന്ന് ഇവിടെ നിന്നൊക്കെ പല ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എന്നുൾപ്പെടെ അപ്പുറം ഏതൊക്കെ മേഖലയിൽ നിന്ന് നമുക്ക് ഒരു PG ലെവൽ, അതായത് PG ലെവലിൽ ഉദ്ദേശിക്കുന്നത് PGക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് പ്രയോജനപ്രദമായ രീതിയിൽ ക്ലാസ് എടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ പല ഭാഗങ്ങളിൽ നിന്ന്, അതായത് പല റെഫറൻസുകൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ റെഫറൻസുകളൊന്നും ഞാൻ എൻ്റെ PPTയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നിങ്ങൾ കേട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ ഞാൻ അത് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഇത്രയാണ് ഇന്നത്തെ ചികിത്സാ പ്രാവൃത്തി അധ്യായത്തെക്കുറിച്ച് പറയാനുള്ളത്. ബാക്കി ഇതിൽ കടന്നു വരുന്ന ബാക്കി ശ്ലോകങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പിന്നെ എക്സാമിന് ചോദിക്കാൻ ഏറ്റവും എന്തുള്ളതും സാധ്യതകളുള്ളതും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ആദ്യം നിങ്ങളുടെ ബേസ്, ഇതാണ് ഈ ചാപ്റ്ററിന്റെ ബേസ്. എന്താ? ചികിത്സാ പ്രവൃത്തിയും 16ാമത്തെ ചാപ്റ്റർ കൽപ്പനാ ചതുഷ്കം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ: സമ്യക് യോഗ വിരുക്ത ലക്ഷണം, അതിയോഗ വിരുക്ത ലക്ഷണം, അയോഗ വിരുക്ത ലക്ഷണം, സംശോധന ലക്ഷണം, ബഹുദോഷ ലക്ഷണം, സംശോധനാർഹർ, ശോധന ബെനിഫിറ്റ്, ഭേഷജക്ഷപിത ട്രീറ്റ്മെന്റ്, സ്വഭാവപൂർവവാദം, എന്താണ് ചികിത്സ, എന്താണ് ഭിക്ഷകിന്റെ കർമ്മം. ഇത്രയുമാണ് ഇതിന്റെ കണ്ടന്റ്. ഇത് നിങ്ങൾ ആദ്യം ഇത്രയും ഒന്ന് മനസ്സിൽ അങ്ങ് ഉറപ്പിക്കണം, അത് ഫിക്സഡാക്കി വെച്ചിരിക്കുക. ബാക്കി പഠിച്ചു തുടങ്ങുക. ഓക്കെ, അതിൽ എല്ലാ ശ്ലോകവും പഠിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ പഠിക്കേണ്ട ശ്ലോകങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സമ്യക് ശോധിത ലക്ഷണവും, ശോധനാർഹർ ആരൊക്കെയാണ്, സമ്യക് ശോധന ലക്ഷണവും, അവസാനം പറഞ്ഞ യാഭി ക്രിയാവിർജായന്റെ ശരീരദാസമഭ ചികിത്സാധികാരാണ് കർമ്മ ഭിഷജാസ്പദം, ആ ഒരു ശ്ലോകം. ഇത്രയും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. വളരെ നന്ദി. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോയത് എന്ന് എനിക്കറിയാം, കാരണം ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അടുത്ത തവണ ഞാൻ വളരെയധികം പയ്യെ പറയാൻ ശ്രമിക്കാവുന്നതാണ്. വളരെയധികം നന്ദി.